തൊലിയൊക്കെ കളയില്ലെന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ തൊലി പിന്നെ കളയുമോ അമ്പിളി? ചോദിച്ചോ കേട്ടോ. ഇതിൻ്റെ നമ്മളിതിൻ്റെ തൊലി ഉരിക്കത്തില്ലേ? അവനോട് ആരോടാ പറയുന്നത്? അവനോടാണ്. ഇവിടെ ഞാനിൻ്റെ മുട്ടയുണ്ട് ഇതിനകത്ത് ഫുള്ള്. അപ്പം ഇവിടെ ഒരു സാധനമുണ്ട് കട്ട് ചെയ്യാൻ. ഇനി ഇങ്ങനെയൊക്കെ അറിയില്ല കേട്ടോ. ഉണ്ടല്ലോ, അതിനകത്തല്ലേ വെച്ചത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം. ഞാൻ വെച്ചത് ഇല്ലായിരുന്നു. അതിൽ മീൻകറി ഞാൻ വെച്ചിട്ട് പോയത്. ഞാൻ വെച്ചത് അതിനകത്ത് നല്ല കുട്ടി തന്നെ, ഞാൻ വെച്ചതാണ് അതിനകത്ത്. അങ്ങനെ ഒരു മീൻ കട്ട് ചെയ്ത് ഇത് തരുവോടാ ചട്ടി? ചട്ടി മീനൊക്കെ പോരെ, നല്ല മീനാണോ? ഇങ്ങനെയൊക്കെ അറിയുള്ളൂ കട്ട് ചെയ്യാൻ. ചൂരൻ്റെ സാധനം. ഓ എനിക്ക് പീസ്.
അമ്മേ അങ്ങനെ ഫിഷ് കഴുകി ഇതിനകത്ത് നല്ലപോലെ വെച്ചേക്കുവാണ് ഞാൻ. ഇതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് എടുക്കണം. അതിന് ചേരേണ്ട വകകളൊക്കെ ചേർക്കണ്ടേ, അതൊക്കെ എടുക്കണം. ഇങ്ങനെ ഇരിക്കട്ടെ. ഇവിടെ നമ്മുടെ കത്തി നല്ല അടിപൊളി ഷാർപ്പ് കത്തിയാണ്. ഈ കത്തി വെച്ചാണ് നമ്മളിരിക്കുന്നത്. എൻ്റെ നല്ല നാന്ത്രം കട്ടിങ് കൂടി ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ച കട്ടിങ് കൂടാണ്. ഇതിനകത്ത് വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള ഐറ്റംസൊക്കെ അരിഞ്ഞെടുക്കണം. ഫിഷിന് ഇതൊക്കെ സെപ്പറേറ്റ് ഇട്ട് നീളം പച്ചമുളക്. ഇവിടുത്തെ പച്ചമുളക് നീണ്ട പച്ചമുളകാണ്. നമ്മൾ തമിഴ്നാട്ടിലാണെങ്കിൽ കുറച്ചുകൂടെ നീണ്ട പച്ചമുളകാണ്. ഇതാ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളി, ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഇഞ്ചി നമ്മുടെ പേസ്റ്റുണ്ട് അതിടാം. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ എടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തേങ്ങാപ്പാൽ പുളിക്കുമ്പളവും തേങ്ങാപ്പാൽ ഒഴിച്ച് പറ്റിച്ച ചൂരക്കറി അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാം അല്ലേ, തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇത് പാല് നല്ലപോലെ ഒന്ന് ഇടിച്ച് പിഴിയണേ. മിക്സി പുതിയ പിന്നെ ആയിട്ട് കത്താളൊക്കെ ഞാൻ മറന്നു. നീ എനിക്ക് ഇത് തരുമോ? ഇതൊന്ന് പൊളിച്ച് നീ അതൊന്ന് കലമൊന്ന് വൃത്തിയാക്കിയുണ്ടോ? ചോദിക്കും. വെളുത്തുള്ളി, തക്കാളി ഇല്ലേ? തക്കാളി ആണോ നോക്കാം. ഇത് തക്കാളി ഉണ്ടോ നോക്കിക്കേ. ഇത്ര കഴിയും. ഞാൻ പൊളിച്ച് വെച്ചിട്ട് വാച്ച് ഞാൻ ഒന്ന് ഊരി വെച്ചതാണ്. തക്കാളി പോരാ. ആ കുടംപുളി എടുത്ത് വെള്ളത്തിലിടും. ഒന്നുകൂടെ വേണം. അല്ല വേണ്ട, തക്കാളി ഒന്ന് വേറെ നല്ല തക്കാളി ഉണ്ട്. കുടംപുളി കൂടെ വെച്ചിട്ട് സാധനം എന്ത് കത്തി എന്ത് ഞാൻ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നാണ്. ഓ ഇരിക്കുന്നു. പൊളിച്ചു തരുമോ? ചോറ് വെള്ളം എനിക്കൂടെ ഞാനും ഓർത്തില്ല. കപ്പൊക്കെ എന്ത് മേടിച്ചോണ്ട് കപ്പൊക്കെ ഈ പുളി എന്തിനാ ഇപ്പം? നെയ്യ് വേസ്റ്റ് നല്ല അതുപോലെ ഇതൊന്ന് മൂത്ത് കിട്ടാം. നോക്കണം. വീഡിയോ പിടിച്ച് തരുന്നുണ്ടോ? പിടിച്ചു തരാനാ പറഞ്ഞത്. വീഡിയോ പിടിച്ച് തരാനാ. ഇതിനകത്ത് നമുക്ക് മുളക് പൊടി ചൂര എടുത്തിട്ട് കൂടുതൽ പൊടി വേണം, എരിവ് വേണം. മതി വേണം മുളക് പൊടി. കുറച്ച് മല്ലിപ്പൊടി, പുളിമുളക് വേണമല്ലോ. മല്ലിപ്പൊടി കുഴപ്പമില്ല, മുളക് പൊടി ഇടാം. എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ ഇത് ഈസിയായിട്ട് ഉണ്ടാക്കുന്ന സംഭവം. ആ ഇത് തരുവരെങ്കിൽ കുറച്ച് പച്ചമുളക്, പുളി എന്തിയെ
എന്നാ എന്നെ ഉൾപ്പെടെ പിടിക്കും, നല്ലപോലെ പിടിക്കണം. ഇതിനകത്ത് ഇത് കാണണം, ഇതും കാണണം, എല്ലാം കാണണം. അപ്പോൾ അങ്ങനെ നമ്മളിതിനെ നല്ലപോലെ ഒന്ന്, എൻ്റെ മുഖം കാണുന്നു, അങ്ങോട്ട് നന്നായിട്ടൊന്ന് വഴറ്റുന്നു കേട്ടോ. പുളിയൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുടംപുളി ഇടുക കേട്ടോ. കുടംപുളി എടുത്ത് അല്ലാതെ കുറച്ച് വെള്ളം എടുക്കുക, നന്നായിട്ട് എടുക്കണം. കുറച്ച് ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ വേണമെങ്കിൽ പിന്നില്ല, കുറച്ച് നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ മതി. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? വീഡിയോ പിടിക്കുകയോ ഇവിടെ ഒരാളെ? ഇതിനകത്ത് കുറച്ച് തേങ്ങാപ്പാൽ, ഒരു 3-ാം പാലാണിത് നമ്മുടെ. ആ അതിനങ്ങോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കും കേട്ടോ. ആ അങ്ങനെ ഇത് ഒന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചിരിക്കണം, ഒന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ടാൽ മതി, ഫിഷ് ഇട്ട് കൊടുക്കണം. ഓക്കെ, അതിന് ശേഷം അതിന് മുമ്പ് നമുക്കൊരു ചെറിയൊരു കാര്യമുണ്ട്. മോനയുടെ ഞാനിച്ചിരി പേസ്റ്റ് ഇടാൻ മറന്നു, പിന്നെ ഇഞ്ചി പേസ്റ്റ് ഇടാൻ മറന്നു. ഇഞ്ചി പേസ്റ്റ് അങ്ങനെ ഞാൻ മഞ്ഞപ്പൊടി ഇടാനും മറന്നു പോയത് കേട്ടോ. കാരണം മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നമ്മുടെ മീൻ അങ്ങനെ ഇത് ഗ്രേവി നന്നായി തിളച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്നറിയാമോ? പിന്നെ ഫിഷ് ഇട്ടാൽ മതി. ഫിഷ് കഴുകി വെച്ചേക്കാണ്. അപ്പോൾ ഈ ഫിഷിനെ നമ്മളങ്ങോട്ട് പറക്കിയിട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ തല കണ്ടോ, ഈ ആശാനെ അങ്ങോട്ട് ആദ്യം ഇടാം. ഫിഷ് അങ്ങനെ നമ്മുടെ നല്ല മീൻ കറി ചൂര തേങ്ങാപ്പാലും മുളകും പുളി ഇട്ട് വറ്റിച്ചതാണ്, തേങ്ങാപ്പാലിട്ട് വെച്ചതാണ് കേട്ടോ. നല്ല മീൻ കറിയാണിത്. കണ്ടല്ലോ, ഒന്ന് വറ്റിച്ചെടുക്കണം. പിന്നെ അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ, മൂടി വെച്ച് കൊടുക്കുക. തിളയ്ക്കട്ടെ, ഒന്ന് വേവട്ടെ. വെന്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോഴത്തേനും ചെയ്യാം. ഓക്കെ, ഇങ്ങനെ അത് നമ്മുടെ കേട്ടോ മീൻ കിടന്ന് അങ്ങനെ തിളയ്ക്കുന്നുണ്ട് ആശാൻ. ഇത്രയും വറ്റിച്ചോളൂ കേട്ടോ. ഇത് നമ്മളതിനകത്ത് 2 കറിവേപ്പില എടുത്തു തരുമോ എനിക്ക്? കറിവേപ്പില കുറച്ച് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. ആ മീനിൻ്റെ ആ മണം വരാനാണ് ഈ പച്ച വെളിച്ചെണ്ണ. ഒരു ഷാക്കിൽ